നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന സർക്കാരിന്റെ വാദം കോടതി അംഗീകരിച്ചു. എന്നാൽ വിചാരണ വേളയിലെ പരിശോധിക്കാവൂ എന്ന പ്രതികളുടെ ആവശ്യം തള്ളി. പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി എസ് നസീറയാണ് ഈ ആവശ്യം തള്ളിയത്. ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമേ പ്രതികൾക്ക് ജാമ്യം നൽകുന്ന ഹർജിയിൽ തീരുമാനമെടുക്കാവൂ എന്ന പ്രോസിക്യൂഷന്റെ അസാധാരണ വാദം കോടതി അംഗീകരിച്ചത് സർക്കാരിന് മേൽക്കൈ നൽകുകയാണ്. വാദം കേട്ട 10 ജാമ്യ ഹർജികളിൽ കോടതി ഇന്ന് വിധി പറയുന്നു. പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി IP ബിനു അടക്കമുള്ളവരുടെ ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത്. ദൃശ്യങ്ങൾ പരിശോധിച്ച് കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നതിന് മുൻപായി അക്രമ സംഭവങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങളും ഫോട്ടോകളും നേരിട്ട് കാണണമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രതിഭാഗം ഇതിനെ ശക്തമായി എതിർത്തു. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ട ആവശ്യമില്ലെന്നും വിചാരണ വേളയിലാണ് ഇത്തരം തെളിവുകൾ പരിശോധിക്കേണ്ടതെന്നുമായിരുന്നു പ്രതികളുടെ നിലപാട്. എന്നാൽ പ്രതിഭാഗത്തിന്റെ ഈ വാദം തള്ളിക്കൊണ്ട് കോടതി ഇന്നലെ ദൃശ്യങ്ങൾ പൂർണ്ണമായും പരിശോധിച്ചു. ഇതിനുശേഷമാണ് ഉച്ചയോടെ വിധി പറയാൻ മാറ്റിയത്. എന്തായാലും ഇന്ന് എന്താണ് വിധി എന്നത് കാത്തിരുന്ന് കാണാം. ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടുമോ എന്നതൊരു ചോദ്യമാണ്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശക്തമായ നിലപാടാണ് ഈ ഒരു കേസിൽ സ്വീകരിച്ചത്. ഇപ്പോൾ അറസ്റ്റിലായവർ മാത്രമല്ല, ഇവർക്ക് നിർദ്ദേശം നൽകിയ ഉന്നത നേതാക്കളുണ്ട്, അവരിലേക്കും അന്വേഷണം എത്തണം എന്ന രീതിയിലുള്ള നിലപാടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിച്ചത്. മാത്രമല്ല, ഇതിൽ CBI അന്വേഷണം വേണമെന്നൊരു ആവശ്യം കൂടി ഉയർന്നിരുന്നു. പക്ഷെ അത് ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിലെടുത്ത കേസിന്റെ അന്വേഷണം ഒച്ചിഴയുന്ന വേഗത്തിലാണെന്നും അതിനാൽ CBI അന്വേഷണം വേണമെന്നുമായിരുന്നു ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത്. പക്ഷേ സംഭവം നടന്നിട്ട് 10 ദിവസം പോലും തികഞ്ഞിട്ടില്ലെന്ന് നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. പോലീസ് ഇതുവരെ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് അന്വേഷണ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാർ കോടതിയിൽ സമർപ്പിച്ചു. മെയ് 27-നാണ് പിണറായി വിജയന്റെ വസതിയിൽ പരിശോധന നടത്തിയ ശേഷം മടങ്ങുകയായിരുന്ന ED ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണമുണ്ടായത്. മാത്രമല്ല, അന്ന് ആ ആക്രമണത്തിൽ അതായത് സ്വകാര്യ വാഹനങ്ങളായിരുന്നു ഉദ്യോഗസ്ഥർ എത്തിയത്. അത്തരത്തിൽ സ്വകാര്യ വാഹനങ്ങളുമായി ED ഉദ്യോഗസ്ഥരെ ആ വീട്ടിലേക്ക് എത്തിച്ച അവരുടെ കാറാണ് പ്രവർത്തകർ തല്ലി തകർത്തത്. അതിൽ ഒരാളുടെ, അതായത് ശ്യാംരാജ് എന്ന ഡ്രൈവർ, അദ്ദേഹത്തിൻ്റെ സ്ഥിതിയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ EDയുടെ ഒരു നിർണായകമായ ഇടപെടൽ അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടായിരിക്കുന്നു. എന്താണെന്ന് നോക്കാം. വിശദമായി ആ ഒരു റിപ്പോർട്ടിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ഈ വാഹനങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ നശിച്ചത് കുറച്ച് മനുഷ്യരുടെ ഉപജീവന മാർഗം കൂടിയായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസമൊക്കെ അതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. പ്രത്യേകിച്ച് ഈ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ തകർന്നത് ശ്യാംരാജ് എന്ന ഡ്രൈവറുടെ വാഹനമായിരുന്നു. ആ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള സഹായ വാഗ്ദാനമൊക്കെ CPM പ്രവർത്തകർ നൽകിയിരുന്നു, നന്നാക്കാനുള്ള പണം നൽകാമെന്ന്. പക്ഷെ ആ വാഗ്ദാനമൊക്കെ വെറും പാഴ്വാക്കായി മാറി എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇതിന് പിന്നാലെ ഇതാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ നിർണായക ഇടപെടൽ. ED ഉദ്യോഗസ്ഥർക്കെതിരായ പ്രതിഷേധത്തിനിടെ CPM പ്രവർത്തകർ തല്ലി തകർത്ത കാർ നന്നാക്കാൻ ഡ്രൈവർ ശ്യാംരാജിന് സാമ്പത്തിക സഹായം നൽകുമെന്ന് ED. തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശി ശ്യാംരാജിനെ സഹായിക്കുമെന്ന വാഗ്ദാനം CPM പാലിച്ചിരുന്നില്ല. ആ ഒരു റിപ്പോർട്ടുകൾ, അതിനെ തുടർന്ന് ശ്യാംരാജ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ശ്യാംരാജിനെ സഹായിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ആ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിർണായകമായ സഹായം EDയുടെ ഭാഗത്തു നിന്നുണ്ടാകും. CIT ഓട്ടോ ടാക്സി യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയാണ് ഡ്രൈവറായ ശ്യാംരാജ്. ആക്രമണത്തിൽ തകർന്ന മറ്റ് 2 കാറുകളുടെ അറ്റകുറ്റപ്പണിക്ക് ഇൻഷുറൻസിന് പുറമെ ചെലവായ തുക നൽകുമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. എന്നാൽ ആക്രമണത്തിന് 2 ദിവസം മുൻപ് ഫിറ്റ്നസ് തീർന്നതിനാൽ ശ്യാംരാജിന്റെ വാഹനത്തിന് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടിയില്ല. ഇതാണ് ശ്യാംരാജിന് തിരിച്ചടിയായി മാറിയത്. അതുകൊണ്ട് തന്നെ ആവശ്യമായ തുക കൈമാറുമെന്നും രേഖകൾ സഹിതം അപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ED ഡെപ്യൂട്ടി ഡയറക്ടർ S സിമി അറിയിച്ചു. ശ്യാംരാജിൻ്റെതടക്കം 3 ടാക്സികളിലായാണ് ED സംഘം മേയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയത്. ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ കൂടുതൽ കേടുപാടുണ്ടായത് ശ്യാംരാജിന്റെ വാഹനത്തിനായിരുന്നു. അറ്റകുറ്റപ്പണിക്കായി ചെലവായ 1 ലക്ഷം രൂപ നൽകാൻ കഴിയാത്തതിനാൽ കാർ പുറത്തിറക്കാൻ കഴിയാത്ത സാഹചര്യവും, വാഹനം ജപ്തി ഭീഷണിയിലാണെന്നും ഉപജീവന മാർഗത്തിനായി ശ്യാംരാജ് പെയിന്റിംഗ് ജോലിക്ക് പോകുകയാണെന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സംഭവം നടന്ന് 1.5 മാസത്തോളമായി. എന്നിട്ടും സഹായ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല. അതായത് ഈ കാർ തകർത്ത CPM പ്രവർത്തകരാണ്. അപ്പോൾ ഉന്നത നേതാക്കൾ, പ്രത്യേകിച്ച് A റഹീം MP അടക്കമുള്ളവർ സഹായം നൽകുമെന്നതടക്കമുള്ള വാഗ്ദാനം നൽകിയതാണ്. അത് വാക്കായി മാത്രം അവശേഷിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, പാർട്ടി പ്രവർത്തകൻ കൂടിയാണ് ശ്യാംരാജ്. അദ്ദേഹത്തെ ബന്ധപ്പെടാൻ CPM നേതൃത്വം അതിനുശേഷം തയ്യാറായിട്ടുമില്ല. ED ആക്രമണ കേസ് നിലനിൽക്കുന്നതിനാൽ ഇപ്പോൾ സഹായ
സഹായിക്കുന്നത് കേസിനെ സ്വാധീനിക്കലാകുമെന്ന വിചിത്ര മറുപടിയാണ് നേതാക്കൾ നൽകുന്നത്. അതേസമയം ഡ്രൈവർ ശ്യാംരാജിന് ധനകാര്യ സ്ഥാപനത്തിന്റെ നോട്ടീസ് വന്നിരുന്നു. കാർ വായ്പ കുടിശ്ശികയായതിനെ തുടർന്നാണ് റിക്കവറി നോട്ടീസ് കിട്ടിയത്. കുടിശ്ശികയിൽ 5 ലക്ഷം രൂപ തിരിച്ചടച്ചില്ലെങ്കിൽ കാർ പിടിച്ചെടുക്കുമെന്നായിരുന്നു നോട്ടീസിൽ ഉണ്ടായിരുന്നത്. ആക്രമണത്തിൽ തകർന്ന കാർ ഇപ്പോഴുള്ളത് വർക്ക്ഷോപ്പിലാണ്. പണിക്കൂലിയായ 1.25 ലക്ഷം രൂപ അടച്ചാലേ കാർ പുറത്തിറക്കാനാകൂ എന്ന സാഹചര്യം. എന്തായാലും ശ്യാംരാജ് ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഈ സംഭവം നടന്ന ദിവസങ്ങളിൽ തന്നെ പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ സ്വകാര്യ വാഹനം എടുത്താണ് അവർ ഈ പരിശോധനയ്ക്കായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാടക വീട്ടിലെത്തിയത്. അതിനുശേഷം തിരിച്ചു മടങ്ങവെയാണ് അവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. വാഹനത്തിന്റെ ചില്ല് തകർക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഈ കാർ ഉടമകൾക്കുണ്ടായത്. ശ്യാംരാജ് വായ്പ തിരിച്ചടയ്ക്കാൻ സാധിക്കാത്ത വിധത്തിൽ വാഹന ജപ്തി ഭീഷണിയിലാണ്. മാത്രമല്ല കാറിന്റെ ചില്ല് തെറിച്ച് ശ്യാംരാജിന്റെ കണ്ണിനും പരിക്കേറ്റിരുന്നു. 3 വനിതകളടക്കം 5 ഉദ്യോഗസ്ഥരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ആദ്യം മുട്ടെറിഞ്ഞ പ്രവർത്തകർ തുടർന്ന് ഇഷ്ടികയും കരിങ്കല്ലും ഉപയോഗിച്ച് കാറിന്റെ ചില്ലുകൾ അടിച്ചു തകർക്കുകയായിരുന്നു. കാറിന്റെ മറ്റു ഭാഗങ്ങൾക്ക് കേടുപാടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ആ സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്യാംരാജിന് വേണ്ടി നിർണായകമായ ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. അതേസമയം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ വെച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി IP ബിനു ഉൾപ്പെടെ 10 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി ഇന്ന്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി S നസീറയാണ് വിധി പ്രസ്താവിക്കുക. 1.5 മാസം മുൻപാണ് കേസിനാസ്പദമായ സംഭവം. പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കായി എത്തിയ ED ഉദ്യോഗസ്ഥരെ 300-ലധികം വരുന്ന CPM പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനു പുറമെ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച 3 കാറുകളും അക്രമികൾ തല്ലി തകർത്തു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 25ഓളം CPM പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 10 പേരാണ് ഇപ്പോൾ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് കർശന വ്യവസ്ഥകളോടെയാണ് കോടതി നടപടികൾ പുരോഗമിക്കുന്നത്. ദൃശ്യങ്ങൾ പരിശോധിച്ച് കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നതിന് മുൻപായി അക്രമ സംഭവങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങളും ഫോട്ടോകളും കോടതി നേരിട്ട് കാണുന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് ബംഗാൾ മോഡൽ ആക്രമണമാണ് നടന്നതെന്നാണ്. പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കക്ഷി ചേർന്ന ED കോടതിയിൽ ശക്തമായ വാദം ഉന്നയിച്ചു. തങ്ങളുടെ വാദം കൂടി കേട്ടതിന് ശേഷം മാത്രമേ പ്രതികൾക്ക് ജാമ്യം നൽകാവൂ എന്ന് ED ആവശ്യപ്പെട്ടു. ഇതൊരു നിസ്സാര സംഭവമായി കാണാൻ കഴിയില്ലെന്നും ബംഗാൾ മോഡലിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും ED ചൂണ്ടിക്കാട്ടി. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ 300-ലധികം പേർ തടിച്ചുകൂടി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് പിന്നിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കേസിന്റെ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായതിനാൽ പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നും ED കോടതിയിൽ ആവശ്യപ്പെട്ടു. അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ പ്രതികൾ പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും അന്വേഷണ സംഘം വിലയിരുത്തി.